ഭരണം കിട്ടിയതിൻ്റെ ഗ്രേസ് കളയട്ടല്ലോ. ഈ 10 കൊല്ലത്തിന് ശേഷമാണ് UDF-ന്റെ ഒരു സത്യപ്രതിജ്ഞ. അതെ, തീർച്ചയായിട്ടും. അതുകൊണ്ട് ജനങ്ങളെല്ലാം വളരെ ആവേശത്തിലാണ്, പ്രതീക്ഷയിലാണ്. ഇവിടെ കണ്ടില്ലേ, ടീം ഇത് പുതുയുഗ പിറവി. അതാണ് യുവാക്കളുടെ പ്രാതിനിധ്യം കൂടുതലാണ്. 2 വനിതാ മന്ത്രിമാർ, ഒരു വനിതാ ഡെപ്യൂട്ടി സ്പീക്കർ, അതിലേക്ക് എങ്ങനെ കാണും? തീർച്ചയായിട്ടും ഇതെല്ലാം ഒരു പുതിയ മാറ്റമാണ്. കേരളത്തിൽ ജനങ്ങൾ ആഗ്രഹിച്ചിരുന്ന മാറ്റമാണ്. യുവത്വമുണ്ട്, വനിതകളുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഒരു നമ്മളെ ഒരു പുതിയ ഒരു യുഗത്തിലേക്ക് കേരളത്തെ നയിച്ചുകൊണ്ട് പോകാൻ നമ്മൾ സജ്ജമാണ്. അതിനുള്ള മുന്നൊരുക്കമായിട്ടാണ് ഈ ഒരു ക്യാബിനറ്റ് ഇവിടെ നിലവന്നിരിക്കുന്നത്. ശരി, അബു ജോൺ ജോസഫിന്റെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. 2 മന്ത്രിസ്ഥാനങ്ങൾക്കായിരുന്നു കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം അവകാശവാദം ഉന്നയിച്ചത്. അതിൽ ഒരു മന്ത്രിസ്ഥാനവും ഒരു ചീഫ് വിപ്പ് പദവിയും കൊണ്ട് അവരെ കോൺഗ്രസ് അനുനയിപ്പിക്കുകയായിരുന്നു. അബു ജോൺ ജോസഫാണ് ചീഫ് വിപ്പ്. അതിന്റെ ഒരു സന്തോഷമുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹം മാത്യു കൊള്ളുന്നതാണ്. ഇന്നൊരു ആഘോഷത്തിന്റെ സന്തോഷത്തിന്റെ ദിവസമാണ്. ഈ ദിവസം സ്വപ്നം കണ്ട് കേരളത്തിലെമ്പാടുമുള്ള UDF പ്രവർത്തകരുടെ കഠിനാധ്വാനം, ആ അധ്വാനത്തിൻ്റെ ഒരു വിയർപ്പിൻ്റെ വില ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ദിവസമാണ്. അതാണിന്ന് തിരുവനന്തപുരത്ത് ഇത്രയേറെ വലിയൊരു ആവേശ തിരയിളക്കമുണ്ടാകാൻ കാരണം. തീർച്ചയായിട്ടും ഞങ്ങൾക്കറിയാം, പ്രവർത്തകരുടെ ആവേശം കാണുമ്പോൾ ഞങ്ങൾക്കെല്ലാവർക്കും ഈ ദിവസത്തിന് വേണ്ടിയിട്ടാണ് UDF പ്രവർത്തകരും കഴിഞ്ഞ നാളുകളിലെല്ലാം കഠിനാധ്വാനം ചെയ്തത്. അതിൻ്റെ ഒരു ആഘോഷവും നിരവധി സർപ്രൈസുകൾക്കും അപ്രതീക്ഷിത തിരുത്തലുകൾക്കും രാഷ്ട്രീയ കേന്ദ്രങ്ങളെ ആകാംക്ഷയിലാക്കിയ മാരത്തൺ ചർച്ചകൾക്കുമൊക്കെയും ഒടുവിലാണ് സംസ്ഥാനത്തിന്റെ ഭരണയന്ത്രം തിരിക്കേണ്ട പുതിയ മന്ത്രിസഭയെ ഇന്നലെ VD സതീശൻ പ്രഖ്യാപിച്ചത്. മുഖ്യമന്ത്രി VD സതീശന് പുറമെ PK കുഞ്ഞാലിക്കുട്ടിയാണ് മന്ത്രിസഭയിലെ രണ്ടാമനായി വന്നത്. അതിനൊപ്പം കോൺഗ്രസ് മന്ത്രിമാരിലെ ഇപ്പോ PK കുഞ്ഞാലിക്കുട്ടി മന്ത്രിസഭയിലെ രണ്ടാമൻ. അദ്ദേഹം കാര്യമായ പ്രതികരണങ്ങൾക്ക് മുതിർന്നിട്ടില്ല. അതിനൊപ്പം തന്നെ കോൺഗ്രസിലെ രണ്ടാമനായി എത്തിയത് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ്. നേതാക്കൾ ഓരോരുത്തരായി സെൻട്രൽ സ്റ്റേഡിയത്തിനുള്ളിലേക്ക് കടന്നു വരുന്നു. PT മുഹമ്മദ് ബഷീർ. സന്തോഷവും അഭിമാനവും തന്നെയാണ് നേതാക്കൾക്കൊക്കെയും പറയാനുള്ളത്. ഈ 2 വാക്കുകൾ തന്നെയാണ്. തികഞ്ഞ സന്തോഷം, തികഞ്ഞ അഭിമാനം, അത് തന്നെയാണ് എല്ലാ നേതാക്കളും പറയുന്നത്. ദീപാദാസ് മുൻഷി വരുന്നു. രേവന്ത് റെഡ്ഡി. വലിയ ചലഞ്ചാണ് മന്ത്രിസഭയുടെ മുമ്പിലുള്ളത്. വലിയ കടക്കണിയിലുള്ള ഈ ഒരു സ്റ്റേറ്റിനെ അതിൽ നിന്നും ഒക്കെ മോചിപ്പിച്ച് ഏറ്റവും നല്ല തങ്ങളുടെ പ്രതികരണം നമ്മൾ കേട്ടു. KC വേണുഗോപാലിന്റെ വീട്ടിൽ നിന്നും KC വേണുഗോപാലും രേവന്ത് റെഡ്ഡിയും ദീപാദാസ് മുൻഷിയും ഒക്കെ സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് വരികയാണ്. ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് രേവന്ത് റെഡ്ഡി എന്ന പേരിനൊക്കെ വലിയ പ്രാധാന്യമുണ്ട്. മുൻ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു വലിയ ആരോപണങ്ങളും അതേപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാഗ്പോരും ഒക്കെ നടന്നതാണ്. ഇവിടെ ഒരു പരിധിവരെ അത് ഇപ്പോഴൊക്കെ CPM-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ യോഗങ്ങളിലൊക്കെ വിമർശനങ്ങൾക്കുമൊക്കെ ഈ കാര്യങ്ങളൊക്കെയും വിധേയമായി വരുന്നുണ്ട്. അപ്പം രേവന്ത് റെഡ്ഡിയും ആ സത്യപ്രതിജ്ഞ കാണാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. രേവന്ത് റെഡ്ഡി, ദീപാദാസ് മുൻഷി, അതേപോലെ തന്നെ KC വേണുഗോപാൽ എല്ലാവരും സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു.